നടക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ രാത്രിയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തക കൺവെൻഷനിലും സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അമിത്ഷാ കേരളത്തിലെത്തുന്നത് രാഷ്ട്രീയമായി സുപ്രധാനമാണ്. വൈകിട്ട് കണ്ണൂരിലേക്ക് പോകുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങും. സാരംഗ് സുധാകരനും കെ.പി. അഭിലാഷുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുക. ആദ്യം സാരംഗ് സുധാകറിലേക്ക് പോവുകയാണ്. സാരംഗ്, വെരി ഗുഡ് മോർണിംഗ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിരിക്കുകയാണ് തലസ്ഥാനത്ത്. പ്രധാനപ്പെട്ട പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ആദ്യം ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം, അതിനുശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പൊതുയോഗം. പുതിയ ടീമിനെ സജ്ജമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. അവരുമായുള്ള കോർ കമ്മിറ്റി യോഗം. അങ്ങനെ പ്രധാനപ്പെട്ട പരിപാടികളിലാണ് ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്നത്. അതിന്റെ സമയക്രമം അടക്കമുള്ള പ്രാഥമികമായ വിശദാംശങ്ങളിലേക്ക് ആദ്യം. തീർച്ചയായും ഇന്നലെ രാത്രി 12:30 കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഇന്ന് രാവിലെ തന്നെ, അതായത് 12:30 കൂടി എത്തിയതിനു ശേഷം ഇന്ന് രാവിലെയാണ് ആദ്യത്തെ പരിപാടി ബി.ജെ.പി. സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനൊപ്പം തന്നെ ഇവിടെ വൃക്ഷത്തൈ നടും. ഒപ്പം ഇത്തരത്തിലുള്ള ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ഈ പൊതുപരിപാടിയിലേക്ക് പോവുക. രാവിലെ തന്നെ 11:30 കൂടിയാണ് ഈ പുത്തരിക്കണ്ടത്തെ പൊതുപരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ 11 മണിക്ക് ഈ കാര്യാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കും. ഒപ്പം തന്നെ ഇവിടെ ഒരു വൃക്ഷത്തൈ അദ്ദേഹം നടും. ഈ ബി.ജെ.പി. ഓഫീസിന് ഫ്രണ്ടിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കൊടി ഉയർത്തിയ ശേഷമായിരിക്കും അദ്ദേഹം നാടമുറിച്ച് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ഒരു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതിനുശേഷം 11:30 പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിന് മുൻപ് തന്നെ ഈ പുതിയ ടീമിനെ ബി.ജെ.പി. ഇന്നലെ പ്രഖ്യാപിച്ച അദ്ദേഹം ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച കോർ ടീമുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. മാത്രമല്ല അടുത്ത വർഷത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും ചർച്ചയിൽ ഘടകമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 5 നിലയിലുള്ള കെട്ടിടം അദ്ദേഹം മൊത്തമായി കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് അദ്ദേഹം പിന്നെ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പൊതുപരിപാടിക്ക് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിൽ രാജരാജേശ്വരി ക്ഷേത്രവും സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചു പോവുക. ഈ ഒരു കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ നോക്കുകയാണ്. 5 നില കെട്ടിടം ആണ് ഈ സംസ്ഥാന കാര്യാലയത്തിന്റെ കെട്ടിടത്തിന്റെ വിശേഷങ്ങൾ നോക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 60,000 ചതുരശ്ര അടിയിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇവിടെ ജനസംഘത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയുടെയും പണ്ഡിറ്റ് ദീനദയാലിന്റെയും ശിലാഫലങ്ങൾ നമുക്ക് കാണാം. ഇതും അദ്ദേഹം അനാച്ഛാദനം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നമ്മളെ കാഴ്ചയിൽ കാണുന്ന ഈ വിളക്ക് അദ്ദേഹം തെളിയിക്കും. അതിനുശേഷം ഇവിടുത്തെ യോഗത്തിന് ശേഷമായിരിക്കും അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പോവുക എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അറിയാം. സാരംഗ് സുധാകരനാണ്. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ നിന്നാണ് സാരംഗ് നമുക്കൊപ്പം ചേർന്നത്. അമിത്ഷാ കേരളത്തിലെത്തിയതിനു ശേഷം ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യപരിപാടിയിൽ ആദ്യം സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിക്കുക. അതിനുശേഷം കോർ കമ്മിറ്റി യോഗം, അതിനുശേഷമാണ് പുത്തരിക്കണ്ടത്തെ യോഗത്തിലേക്ക് കടക്കുക, പൊതുയോഗത്തിലേക്ക് കടക്കുക. കെ.പി. അഭിലാഷ് കൂടി നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കെ.പി., ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ അത് സജീവമായി നടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതിനെ പ്രധാനപ്പെട്ട ചവിട്ടുപടിയായിട്ടാണ് ബി.ജെ.പി. കാണുന്നത്. പുതിയ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ആ പുതിയ ടീമിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനും അതുവഴി പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനുമാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. അപ്പോൾ ആ തന്ത്രങ്ങൾ മിനയുന്നതിനിടയിലാണ് അമിത്ഷാ കേരളത്തിലെത്തിയിട്ടുള്ളത്. അദ്ദേഹം പുതിയ ടീമുമായി സംസാരിക്കും. പൊതുയോഗത്തിൽ ഈ വാർഡ് തല സംഗമത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഏറെ സുപ്രധാനപ്പെട്ട ഒരു സന്ദർശനമല്ലേ ഇത്?
ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയിട്ടുള്ളത് എങ്കിൽ പോലും ആ സന്ദർശനത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്നതിനു കൂടി തന്നെയാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചാണക്യന്മാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നവരുടെ പട്ടികയിൽ വരുന്ന ആൾ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി ഹൃദയഭൂമിക്ക് അപ്പുറത്ത് ദക്ഷിണേന്ത്യയിലേക്ക് BJPയുടെ വേരോട്ടം വ്യാപിപ്പിക്കുക എന്നത് കാലങ്ങളായി BJPയുടെ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി തന്നെ കേരളത്തിലും പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുക, അതോടൊപ്പം തന്നെ വോട്ടിംഗ് ശതമാനം ഉയർത്തുക, വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ആ വോട്ടിംഗ് ശതമാനത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് BJPയുടെ ദേശീയ നേതൃത്വം കാലങ്ങളായി ആഗ്രഹിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അവരുടെ, അതായത് BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലില്ല എന്നതാണ് വസ്തുത. ഒരുപക്ഷെ രാഷ്ട്രീയ വിമർശനവുമായും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒന്ന് തന്നെയാണിത്. പലപ്പോഴായി BJPയുടെ ദേശീയ നേതൃത്വം പല തന്ത്രങ്ങളും ഇതിന്റെ ഭാഗമായി മെനഞ്ഞു നോക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കുമ്മനം രാജശേഖരനെ പോലെയുള്ളവർ, V മുരളീധരനെ പോലെയുള്ളവർ, K സുരേന്ദ്രനെ പോലെയുള്ളവരെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരാക്കിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിയത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തന്ത്രങ്ങളിൽ ഒന്നാണ് രാജീവ് ചന്ദ്രശേഖർ, അതായത് കേരള രാഷ്ട്രീയത്തിൽ അത്ര പരിചയസമ്പന്നൻ അല്ലാത്ത ഒരു ബിസിനസ്മാനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ട് ഉള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറെടുത്തത്. പക്ഷേ അപ്പോഴും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ പൂർണ്ണമായും ഇല്ലാതായില്ല എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളല്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകേണ്ടത് എന്ന വിമർശനം വലിയ തോതിൽ V മുരളീധര പക്ഷത്ത് നിന്നും ഉയർന്നു വന്ന സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാമല്ലോ ആര്യ, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ രാഷ്ട്രീയത്തിന് ഒരു പ്രവർത്തന ശൈലിയുണ്ട്, ഒരു പ്രവർത്തന രീതിയുണ്ട്. അതായത് സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുക, സമകാലിക വിഷയങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായ പ്രതികരണങ്ങൾ നടത്തുക, ഒപ്പം സർക്കാരിനെതിരായ പോരാട്ടങ്ങൾ നയിക്കുക. ഇതാണ് പൊതുവെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഈ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വികസനം എന്ന വാക്ക് മാത്രമാണ്. അതായത് നരേന്ദ്രമോദി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്കും എത്തേണ്ടതുണ്ട്. അതിന് കേരളത്തിൽ BJPയെ വിജയിപ്പിക്കണം എന്ന ആവശ്യം ആണ് രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും ഉന്നയിക്കുന്നത്. എന്നാൽ അതുമാത്രം പോരാ, സമരമുഖത്ത് സജീവമാകണം, വിഷയങ്ങളോട് പ്രതികരിക്കണം എന്ന മട്ടിലുള്ള നിലപാടാണ് സുരേന്ദ്ര പക്ഷത്തും അതോടൊപ്പം തന്നെ V മുരളീധര പക്ഷത്തുമൊക്കെ ആവർത്തിക്കപ്പെടുന്നത്. അത് പാർട്ടിക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം BJPയുടെ ദേശീയ നേതൃത്വത്തിന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടീം ഇപ്പോൾ തയ്യാറാക്കി നിൽക്കുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ ടീം ഇപ്പോൾ സെറ്റായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ടീമിനെ പരിശോധിക്കുമ്പോൾ BJPയിലെ സമവാക്യങ്ങൾ മാറിമറിയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി V മുരളീധര പക്ഷത്തിന്റെ ആധിപത്യം ആയിരുന്നു BJPയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു, അതിനു മുമ്പ് BJPയുടെ അധ്യക്ഷനായിരുന്നു. V മുരളീധരനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന K സുരേന്ദ്രനായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഇപ്പോൾ V മുരളീധരന് കേന്ദ്രമന്ത്രിസ്ഥാനം നഷ്ടമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുരളീധര പക്ഷത്തുള്ള ആരും തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട പദവികളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ പേരുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. MT രമേശും ശോഭാ സുരേന്ദ്രനും S സുരേഷും അനൂപ് ആന്റണിയുമാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത് തന്നെ ശോഭാ സുരേന്ദ്രന്റെ വിഷയം മാത്രം പരിശോധിച്ചാൽ അത് സുരേന്ദ്ര പക്ഷത്തിന് കടുത്ത തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സംസ്ഥാന അധ്യക്ഷനായി സുരേന്ദ്രൻ പ്രവർത്തിച്ചിരുന്ന സമയത്തടക്കം ഏറെ ഒതുക്കപ്പെട്ട നേതാവ് എന്നുള്ളതായിരുന്നു ശോഭാ സുരേന്ദ്രന് ഉണ്ടായിട്ടുള്ള പരാതി. ഈ പരാതി ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ ഡൽഹിയിലെത്തി നേരിട്ട് അറിയിക്കുകയും ചെയ്തതാണ്. തനിക്ക് വേദികൾ ലഭിക്കുന്നില്ല, തനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ തീപ്പൊരി നേതാക്കളിൽ ഒരാളായി തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ കാണുന്നത്. മാത്രവുമല്ല, ഒരു വനിതാ നേതാവ് ഇത്രയും ശക്തിയായി രംഗത്ത് വരുന്നു എന്നുള്ളതുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നേതാവിനെ മൂലക്കിരുത്തുന്ന സമീപനമായിരുന്നു മുരളീധര പക്ഷം അധികാരം കയ്യേറിയപ്പോൾ ഉണ്ടായിരുന്നത് എങ്കിൽ ശോഭാ സുരേന്ദ്രന് അടക്കം വളരെ പ്രധാനപ്പെട്ട ചുമതല ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി V മുരളീധര പക്ഷത്തിന് ഉണ്ടാകുന്ന തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പക്ഷം, അതായത് മുരളീധര പക്ഷത്തിന് താല്പര്യമില്ലാത്ത കൃഷ്ണദാസ് പക്ഷത്ത് നിന്നുള്ള ആളുകൾക്കടക്കം ആണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും പട്ടിക പരിശോധിച്ചാൽ ഇടം നൽകിയിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു തന്ത്രത്തിന്, അതായത് പുതിയ ടീമിനെ
തയ്യാറാക്കി നിർത്തിക്കൊണ്ട് കൂടുതൽ കരുത്തുറ്റ ഒരു പ്രവർത്തനം നടത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അവിടെ അനൂപ് ആന്റണിയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു. ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം നേടുന്നു. ശ്രീലേഖ IPS കൂടി ആ പട്ടികയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ തന്ത്രമാണ് ഒരുക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാവാണ് അനൂപ് ആന്റണി. ക്രിസ്ത്യൻ ബെൽറ്റുകൾക്ക് കൃത്യമായ പരിഗണന ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ആര്യ, അതായത് കഴിഞ്ഞ കുറേ നാളുകളായി BJPയോട് തൊട്ടുകൂടായ്മ പുലർത്തിയിരുന്ന സമുദായങ്ങൾ ഇപ്പോൾ അടുത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ വലിയൊരു ശതമാനം ആളുകളെങ്കിലും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നത് വ്യക്തമാണ്. അപ്പോൾ പുതിയ തന്ത്രം ഒരിക്കലും അതേ കാർഡ് തന്നെ ഉപയോഗിക്കാനാണോ ഇനിയും BJP ആലോചിക്കുന്നത്? പുതിയ തന്ത്രങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആലോചിക്കുന്നുണ്ട്? ഇപ്പോൾ KP സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിലേക്ക് ഒരു BJP അംഗത്തെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അംഗത്തെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് അയക്കാൻ കഴിഞ്ഞത് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ ഉപയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങൾ, ആ കാർഡിനപ്പുറം പുതിയ എന്തൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരിക്കാം ഇനിയുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ? തീർച്ചയായും ആര്യ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ കഴിയുന്നത്ര തദ്ദേശ സ്ഥാപനങ്ങളെ ഇത്തവണ പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് BJP ആദ്യം തയ്യാറാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ BJPയാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നത്. എപ്പോഴും നിരന്തരമായി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പോരാട്ടത്തിൽ ഏർപ്പെടുകയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം എന്നത് നമുക്കറിയാം. ഒരു പക്ഷേ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയായി മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം BJP അത്തരത്തിലാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ്. ആര് ചോദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം എന്ത് തന്ത്രമാകും BJP ഒരുക്കുക എന്നുള്ളതാണ്. അവിടെ ആര് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ BJPക്ക് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, തൃശൂർ, ഒല്ലൂർ, മണലൂർ മണ്ഡലങ്ങളിൽ BJP ആയിരുന്നു നിയമസഭകളിൽ 1ാം സ്ഥാനത്തെത്തിയത് എന്ന് മാത്രവുമല്ല, 2ാം സ്ഥാനത്ത് തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 2ാം സ്ഥാനത്തുമെത്തി. ഇതിൽ തന്നെ ഇപ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങൾ ആണ്. ഒരു പക്ഷേ ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വീകാര്യനായ നേതാക്കളെ അവിടെ മത്സരത്തിനിറക്കുകയും ചെയ്ത കേരളത്തിന്റെ ഭൂപടത്തിൽ പലയിടങ്ങളിലും BJPക്ക് വിജയക്കൊടി പാറിക്കാൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് BJPക്കുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിലെടുത്തു പറയേണ്ടത് ഇപ്പോൾ സുരേഷ് ഗോപിയാണ് കേരളത്തിൽ നിന്ന് BJPയുടെ ഒരു പാർലമെന്റ് അംഗമായി ആദ്യമായി ലോക്സഭയിലേക്ക് എത്തുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് PC തോമസ് നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിലും അത് BJP ടിക്കറ്റിൽ എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. രാജഗോപാൽ മാത്രമാണ് നിയമസഭയിലേക്ക് BJP ടിക്കറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആര്യ, BJPയെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടല്ല, രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ മുതലെടുക്കാം, അതാണ് BJP ഓരോ തെരഞ്ഞെടുപ്പിലും തന്ത്രമായി ഒരുക്കുന്നത്. ആ തന്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി, അത് BJPയുടെ വോട്ടുകളല്ല, ഒരിക്കലും BJPയുടെ വോട്ടുകൾ നേടിക്കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരംഗത്തെ പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നു. സുരേഷ് ഗോപി എന്ന നേതാവിനെ അവിടെ കൃത്യമായി അവതരിപ്പിക്കുന്നു. സുരേഷ് ഗോപിയാകട്ടെ സംസ്ഥാന നേതൃത്വവുമായി എപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ K സുരേന്ദ്രനായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനെങ്കിലും സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് നേതൃത്വവുമായി അമിത്ഷായുമായി നേരിട്ടാണ് ബന്ധം, JP നദ്ദയുമായാണ് ഞാൻ സംസാരിക്കാറ് എന്ന് പറയുമ്പോൾ കൃത്യമായി സംസ്ഥാന നേതൃത്വത്തെ വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സുരേഷ് ഗോപി. അദ്ദേഹം ഒരു 24 അവർ പൊളിറ്റീഷ്യനുമല്ല. അങ്ങനെയുള്ള ഒരാളെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധിക്കുമെന്ന തന്ത്രങ്ങളിൽ അടക്കം കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ പങ്കുണ്ട്. കേന്ദ്ര നേതൃത്വം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മണ്ഡലങ്ങൾ ക്ലാസ് ചെയ്യുക എന്നത് തന്നെയായിരിക്കും BJP നടത്താൻ പോകുന്ന തന്ത്രം. BJP പൊതുവെ ഏതെങ്കിലും ഒരു മേഖല പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. BJP ആദ്യം ചില മണ്ഡലങ്ങളെ ലിസ്റ്റ് ചെയ്യും. ആ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ
ക്ലാസ് മണ്ഡലം എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുകയും കൂടുതൽ നേതാക്കളെ അവിടേക്ക് ഇറക്കുകയും അവിടെ കൂടുതൽ, അതായത് വിജയിക്കും ഞങ്ങൾ എന്ന മട്ടിലുള്ള പ്രചാരണമടക്കം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുക എന്നുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടതാണ് എ ക്ലാസ് മണ്ഡലങ്ങൾ ഇത്തരത്തിൽ KP പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തിരിക്കെ, പടിവാതിക്കലിൽ എത്തി നിൽക്കെ അത്തരത്തിൽ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ BJP ഈ ഘട്ടത്തിൽ നടത്തിയതിനു ശേഷം പുറത്തേക്ക് ആ ലിസ്റ്റ് വിടുന്നുണ്ടോ? അത് ഏതൊക്കെയാണ് അവർ മുന്നിൽ കാണുന്ന ആ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്നതിനെ സംബന്ധിച്ച് സൂചനയുണ്ടോ നമുക്ക്? നിലവിൽ അത്തരത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരവും കാസർഗോഡും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, ഇപ്പോൾ ഇതിൽ രാഷ്ട്രീയ കാര്യങ്ങൾ മാറി മറിയുന്നത്, എടുത്തു പറയേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നോക്കൂ, ശശി തരൂർ കോൺഗ്രസിന്റെ MP ആയത് മുതൽ വലിയ വിവാദങ്ങളുണ്ട്. അദ്ദേഹം കാലിത്തൊഴുത്ത് പരാമർശം നടത്തിയത് ഉൾപ്പെടെ പലപ്പോഴും വാർത്തകളിൽ നിറയുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായി കോൺഗ്രസിനെ വിമർശിക്കുന്നു, നേതൃത്വത്തെ വിമർശിക്കുന്നു, ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. അതേസമയം തന്നെ മറുഭാഗത്ത് മോദിയെ പുകഴ്ത്തുന്നു. നമുക്കറിയാം, ഒരു പക്ഷേ മഹാരാഷ്ട്രയിൽ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ തിരുവനന്തപുരം പോലെ BJPക്ക് ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു മണ്ണ്, ആ മണ്ണിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ഒരുപക്ഷെ BJPക്ക് സാധിച്ചേക്കാം. ശശി തരൂർ എന്ന MPയെ കോൺഗ്രസ് പുറത്താക്കുകയോ അല്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരികയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നമുക്ക് തള്ളിക്കളയാനാകില്ല. അവിടെ ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയുള്ള തന്ത്രങ്ങൾ BJP മെനയാറുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭൂമികയെ അനുകൂലമാക്കി മാറ്റുക എന്ന തന്ത്രം ഇപ്പോൾ ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി മത്സരിച്ചതുകൊണ്ട് കൂടിയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് വിജയക്കൊടി പാറിക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അതിന് മറുതന്ത്രം മെനയുന്നുണ്ട്. കൂടുതൽ കോൺഗ്രസ് അനുഭാവികളെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേയൊക്കെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പോലും BJP അങ്ങനെയുള്ള പ്രതീക്ഷകൾ പോലും വെച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോൾ അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ, പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് ഒരു ഭരണ കേന്ദ്രമായി മാറണം. അതായത് BJPയുടെ പാർട്ടി ഓഫീസ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്ന ഭരണ കേന്ദ്രമായി മാറണം എന്ന നിർദ്ദേശം തന്നെയാകും അമിത്ഷാ ഈ പാർട്ടി നേതാക്കൾക്ക്, പുതിയ ഭാരവാഹികൾക്ക് നൽകാൻ പോകുന്നത്. അവിടെയാണ് ഒരു ടീം എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇപ്പോൾ ഒരു സംഘടിതമായ ടീം, അതായത് വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടാകുന്നവരെ കൃത്യമായി അതിൻ്റെ മുനയൊടിച്ചുകൊണ്ട് വിജയം എന്ന ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്താനായിരിക്കും ജനറൽ സെക്രട്ടറിമാർക്കും ഒപ്പം വൈസ് പ്രസിഡന്റുമാർക്കും അമിത്ഷായുടെ നിർദ്ദേശം. വിഭാഗീയത പ്രവർത്തനങ്ങൾ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നും ഏറ്റവും അനുകൂലമാകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. കാരണം 2 തവണയായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുന്നു. എല്ലാ സർവേകളിൽ നിന്നും, അഭിപ്രായ സ്വരൂപണത്തിൽ നിന്നുമൊക്കെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ BJPക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, BJPക്ക് എവിടെയൊക്കെ വിജയിക്കാൻ സാധിക്കും, അവിടെ ഫോക്കസ് ചെയ്യുക. അത്തരം ചില മണ്ഡലങ്ങൾ നേരത്തെ തന്നെ BJP, ഇപ്പോൾ നേമം പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ BJP നേരത്തെ തന്നെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കിയാൽ, അവിടെ എങ്ങനെ രാഷ്ട്രീയം മെനഞ്ഞാൽ, തന്ത്രങ്ങൾ മെനഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാകും. ഓരോ മണ്ഡലത്തിലും ഓരോ തന്ത്രങ്ങൾ തന്നെയായിരിക്കും BJP മെനയാൻ പോകുന്നത്. അതിനപ്പുറത്ത് ഒരു പൊതു ചിത്രത്തിൽ നിന്നുകൊണ്ടോ ഒരു പൊതു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുകൊണ്ടോ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അവിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര അനുകൂലമാകുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കുക, തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കുക, അതിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും, അങ്ങനെ അതായത് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം, അതേസമയം MT രമേശിനെ പോലെ, ശോഭാ സുരേന്ദ്രനെ പോലെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുന്ന, പോരാട്ടങ്ങൾ നടത്തുന്ന, പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കളെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് BJP ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്താൻ പോകുന്നത് ആര്യ. തീർച്ചയായും അമിത്ഷായുടെ കേരള സന്ദർശനം എത്രത്തോളം രാഷ്ട്രീയമായി സുപ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് KP അഭിലാഷ് വളരെ കൃത്യവും വ്യക്തവുമായി നമ്മളുമായി പങ്കുവച്ചത്.